ഹലോ, ഇന്നത്തെ എൻ്റെ വ്ലോഗ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വെച്ചാൽ ഞങ്ങൾ ഈദ് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അവൾ ഉമ്മ നല്ല നെയ്പ്പത്തിലും അതേപോലെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ അവിടെ പോയ കൊലായിലിരുന്ന് ഫുഡ് കഴിക്കും. ടേബിളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ ഇരിക്കാനാണ് ഇഷ്ടം. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിയൊക്കെ ചക്ക ഉണ്ടാക്കുന്ന തിരക്കിലായി പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ഞങ്ങൾ ഈ വിറകടുപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ചു. കാരണം എൻ്റെ വീട്ടിൽ ഇതില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചക്കക്കുരു എടുത്ത് വേഗം കുറച്ച് ചുട്ട് തിന്ന് നോക്കി. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് അവരിതാ ചക്കപ്പുഴുക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ച്. അപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മൾ ചെറുതാകുമ്പോൾ കുഴിയാനെന്നെ പിടിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഈ ഫ്രഷ് കറിവേപ്പിലയും കൊണ്ട് ഞാൻ പോകണം എങ്ങോട്ട് വെച്ചാൽ ഈ ഒരു ഐറ്റത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ബീഫ് ഫ്രൈ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഉച്ചയ്ക്ക് നല്ല ബീഫ് ഫ്രൈയും ചക്കപ്പുഴുക്കും കഞ്ഞിയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബീഫ് ഫ്രൈയിൽ ജസ്റ്റ് കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കറിവേപ്പിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്ക് മമ്മിയെല്ലാം ചക്കേൻ്റെ പുഴുക്കൊക്കെ റെഡിയാക്കി എടുത്ത് കാന്താരിയൊക്കെ ഇട്ടിട്ട്, എനിക്ക് കാന്താരി ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിലും ബീഫൊക്കെ ഇട്ട് നമുക്ക് ചക്ക വെച്ചു അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് ഞങ്ങൾ ബീഫൊന്നും ഇടാതെ ഉണ്ടാക്കുന്നത്, സെപ്പറേറ്റാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞങ്ങളിതാ കഞ്ഞി കുടിക്കാൻ പോവാണ്. ഇത് കൊലായിലിരുന്നാണ് കഴിക്കുന്നത്. അപ്പോഴേക്ക് എൻ്റെ ബീഫ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ മൺചട്ടി കണ്ടപ്പോൾ അത് തന്നെ എടുത്തു. അങ്ങനെ പപ്പടം ഉണ്ടായിരുന്നു. ഇത് വടുവയാട്ടോ. ഇത് വയനാട്ടിൽ മിക്ക ആൾക്കാരുണ്ടാക്കും. വേറെ എടുത്ത് ഞാൻ അങ്ങനെ അത്ര കണ്ടിട്ടില്ല ഈ സംഭവം. ഇവിടെ ഉണ്ടാക്കും. പിന്നെ മാങ്ങ വെച്ച് തുറമാങ്ങ ഉണ്ടാക്കും. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ നേറ്റീവ്സ് ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. എൻ്റെ വീട്ടിലല്ല, ഇവിടെ എനിക്കൊന്ന് മിക്ക വീട്ടിലും ഇത് എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും വടുവ. ആൻഡ് ഞങ്ങൾ കഞ്ഞിയെല്ലാം കുടിച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും അവളെ ഉമ്മ ഇതെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെടിച്ചട്ടിയും കൂടി പൊക്കിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.